ഇന്നത്തെ വീഡിയോ ഭയങ്കര സ്പെഷ്യലാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രണ്ട് കാര്യങ്ങളെ പറ്റി സംസാരിക്കും. ഒന്നാമത്തെ കാര്യമാണ് നമ്മൾ ഇന്ന് വൺ പീസിനെ പറ്റി സംസാരിക്കും. ആൻഡ് രണ്ടാമത്തെ കാര്യമാണ് അത് നമ്മൾ വൺ പീസിനെ പറ്റി തന്നെ സംസാരിക്കും. ഓൺ എ സീരിയസ് നോട്ട്, ഞാൻ ഇന്ന് ഒന്ന് ട്രൈ ചെയ്യാൻ പോവാണ് ഫുൾ വൺ പീസും ഒറ്റ വീഡിയോയിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ വൺ പീസ് കാണുന്നവരായിക്കോട്ടെ കാണാത്തവരായിക്കോട്ടെ, ലൂഫിയുടെ ഗിയർ 5 പറ്റി നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ട് നിങ്ങൾ വൺ പീസ് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഗിയർ 5 മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും അതൊന്നും എടുത്ത് നോക്കുകയും ചെയ്യും. അപ്പോൾ അതാണ് എൻ്റെ ഒരു പരിശ്രമം, നിങ്ങളെ കൊണ്ട് വൺ പീസ് കാണിക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു 30 മിനിറ്റ് കൊണ്ട് ഫുള്ള് വൺ പീസ് കവർ ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാനിത് ചെയ്യാൻ നോക്കും. കാരണം ഇപ്പോഴും നിങ്ങൾ വൺ പീസ് കാണാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ യു ഡോണ്ട് നോ വാട്ട് യു ആർ മിസ്സിങ്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, കീപ് വാച്ചിങ്. സോ കഥ തുടങ്ങുന്നത് ഗോൾഡി റോജർ എന്ന് പറയുന്ന ഒരാളെ കാണിച്ചുകൊണ്ടാണ്. ആൻഡ് ഇയാളെയാണ് കിങ് ഓഫ് പൈററ്റ്സ് എന്ന് വിളിക്കുന്നത്. കാരണം ഈ ലോകത്ത് വെൽത്ത്, പവർ, ഫെയിം എല്ലാം ഇയാൾ നേടിയിട്ട്, ആൻഡ് ഇയാളുടെ എക്സിക്യൂഷന്റെ ടൈമിൽ ഇയാൾ പറയും ഇയാൾ ഇത്ര നാൾ നേടിയതെല്ലാം ഒരു സ്ഥലത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആൻഡ് ആരെങ്കിലും കൊണ്ടൊക്കെ അത് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് കണ്ടുപിടിക്കുക. ആൻഡ് ആ സ്ഥലം ഒളിപ്പിച്ച സ്ഥലത്തിന്റെ പേരാണ് വൺ പീസ്. ആൻഡ് ഇതിനുശേഷം തുടങ്ങുന്നതാണ് ഗ്രേറ്റ് പൈററ്റ് എറ. ആൻഡ് ഈ എറയിലാണ് ഈ നമ്പർ ഓഫ് പൈററ്റ്സ് ഒരുപാട് എക്സ്പോണൻഷ്യലി ഒരുപാട് കൂടുന്നത്. അതായത് പൈററ്റ്സിന്റെ എണ്ണം ഒരുപാട് കൂടുന്നത്. ഈ പൈററ്റിലെ ഒരു കുട്ടി പൈററ്റാണ് നമ്മുടെ MC, മെയിൻ ക്യാരക്ടർ മങ്കി ഡി ലൂഫി. ഇവരാണെന്നുണ്ടെങ്കിൽ ഒരു നോർമൽ പൈററ്റ് ഒന്നും ആവണ്ട, കിങ് ഓഫ് പൈററ്റ് ആവണം. അതിന് അവന് വൺ പീസ് വേണം. ഇനി ഇവിടെ നിങ്ങൾ ഗോൾഡി റോജർ എടുത്ത് നോക്കിയാൽ അയാൾക്കൊരു ക്രൂ ഉണ്ടായിരുന്നു വൺ പീസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മെയിൻ ക്യാരക്ടർ ആയ ലൂഫിക്കും ഇപ്പൊ ഒരു ക്രൂ വേണം. ആൻഡ് ആ ക്രൂവിലെ ഫസ്റ്റ് മെമ്പർ ആണ് സോറോ. ആൻഡ് സോറോ ഒരു പൈററ്റ് ഹണ്ടർ ആണ്. ആൻഡ് സോറോ ഒരു പൈററ്റ് ഹണ്ടർ ആയതുകൊണ്ട് തന്നെ ലൂഫിക്ക് ബാക്കി പൈററ്റ്സിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര സഹായമാവെന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റ് സോറോയെ റിക്രൂട്ട് ചെയ്യും. ആൻഡ് സോറോയെ റിക്രൂട്ട് ചെയ്യാൻ പോകുമ്പോൾ സോറോയെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സോറോയെ ഒരു മരത്തിൽ കെട്ടി നിൽക്കുകയായിരിക്കും. അപ്പോൾ അവിടെ ഒരു സോറോക്ക് ഒരു ഓഫർ കൊടുക്കും, നിന്നെ ഞാൻ രക്ഷിക്കാം, പക്ഷെ നീ എന്റെ ക്രൂവിൽ ജോയിൻ ചെയ്യണം എന്ന് പറയും. ആദ്യമൊക്കെ സോറോ പറ്റില്ലാന്നും, അതായത് ഒരുപാട് വിട്ടുമാറാണെന്നൊക്കെ നോക്കും. കാരണം എന്താ, അവനൊരു പൈററ്റ് ഹണ്ടർ ആണ്. അതുകൊണ്ട് തന്നെ ഒരു പൈററ്റ് ക്രൂവിൽ അവന് ജോയിൻ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവസാനം വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ സോറോ ലൂഫിയുടെ ടീമിലോട്ട് ജോയിൻ ചെയ്യും. പക്ഷെ അവൻ ടീമിലോട്ട് ജോയിൻ ചെയ്തെങ്കിലും അവന്റെ ഏറ്റവും വലിയ ഡ്രീം ആയിട്ടുള്ള കാര്യം അവൻ അച്ചീവ് എന്നുള്ള കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കും. അതാണ് വേൾഡിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് സ്പോർട്സ്മാൻ ആവുന്നത്. ആൻഡ് ഇനി സോറോക്ക് ശേഷം ടീമിൽ വന്ന് ജോയിൻ ചെയ്യുന്നതാണ് നാമി ആസ് എ നാവിഗേറ്റർ. ആദ്യമൊക്കെ ഇവളും ഗ്രൂപ്പ് ജോയിൻ ചെയ്യില്ല എന്നൊക്കെ പറയും. പക്ഷെ അവസാനം ബഗ്ഗി എന്നുള്ളൊരു വലിയ പൈററ്റിന്റെ അടുത്ത് ഇവളെ രക്ഷിച്ചുകൊണ്ട് തന്നെ ഇവളും അവസാനം ടീമിൽ ജോയിൻ ആവും. ആൻഡ് ഈ പോയിന്റ് ഓഫ് ടൈമിൽ നാമിക്ക്, അതായത് ലൂഫിയുടെ ഒപ്പം നടന്നിട്ട് ലോകത്തുള്ള ഏറ്റവും വലിയ സ്വർണ്ണങ്ങളെല്ലാം കിട്ടിയതിനു ശേഷം കടന്നു കളയണം എന്നൊക്കെ ആയിരിക്കും മൈൻഡിൽ. ആൻഡ് എക്സാക്ട്ലി ഇവൾക്ക് ഇങ്ങനെ തന്നെയായിരുന്നു ചെയ്യേണ്ടത്. പക്ഷെ ഇത് ചെയ്യുന്നതിന് മുന്നേ ഇവർ വേറൊരു ഐലൻഡിലോട്ട് പോകും. ആൻഡ് ആ ഐലൻഡിൽ വെച്ചിട്ട് ലൂഫി കണ്ടുപിടുന്ന 4ാമത്തെ മെമ്പർ ആയിരിക്കും ഉസോപ്പ്. ലേറ്റർ ഇവനായിരിക്കും ക്രൂവിന്റെ സ്നാപ്പർ. ബട്ട് ഇൻ ദ അതർ ഹാൻഡ് ആ ഗ്രൂപ്പിലെ തന്നെ ഏറ്റവും വലിയ പേടി തൊണ്ടനും ഇവനായിരിക്കും. ആൻഡ് ഉസോപ്പിന് ഭയങ്കര പണക്കാരിയായിട്ടുള്ള ഒരു പെണ്ണുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടായിരിക്കും. ആൻഡ് ഇങ്ങനെ ഈ പെണ്ണിനൊരു ഭയങ്കര വലിയ പ്രശ്നം വരുമ്പോൾ ലൂഫിയും കൂടെ ഉള്ളവരെല്ലാരും കൂടുന്നിട്ട് ഈ പെണ്ണിനെ ഈ ഒരു പൈററ്റിന്റെ അടുത്ത് രക്ഷിക്കുമ്പോൾ ആസ് എ ടോക്കൺ ഓഫ് ഗിഫ്റ്റ് ആയിട്ട് ഇവർക്കൊരു ഷിപ്പ് ആ പെണ്ണ് കൊടുക്കും. ആ ഷിപ്പാണ് ദ ഗോയിങ് മേരി. ആൻഡ് ഇതിനുശേഷം ഊസപ്പ് ഇവരുടെ ടീമിൽ ചേർന്നതിന് ശേഷം ഇവരെല്ലാവരും ഇവരുടെ ജേർണി തുടങ്ങും. അങ്ങനെ ജേർണി തുടങ്ങിയിട്ട് ഇവർക്ക് ഒരുപാട് വിശക്കാൻ തുടങ്ങും ഒരു ടൈമിൽ. ആൻഡ് ഇങ്ങനെ ഇവരെ വിശക്കാൻ തുടങ്ങിയ ടൈമിൽ പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് ഷിപ്പിൽ കുക്കൊന്നുമില്ലല്ലോ. അപ്പൊ ലൂഫിക്ക് തോന്നും എന്തായാലും ഇപ്പൊ ക്രൂവിലൊരു കുക്ക് കൂടി വേണം. എന്നിട്ട് ഇങ്ങനെ ഇവർ ജേർണി തുടർന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അവരൊരു സീ റെസ്റ്റോറൻറ്റിലോട്ട് പോവുക. അവിടെ വെച്ചിട്ടാണ് അവർ സാഞ്ചീനെ കണ്ടുമുട്ടുക. ആൻഡ് സാഞ്ചീനെ കണ്ടുമുട്ടി അപ്പൊ തന്നെ അവർ ഡിസൈഡ് ചെയ്യും അവൻ എന്തായാലും ഈ ടീമിൽ വേണം എന്നുള്ള കാര്യം ലൂഫി ഡിസൈഡ് ചെയ്യും. അങ്ങനെ സാഞ്ചിയും ക്രൂവിൽ ജോയിൻ ചെയ്യും. ജോയിൻ ചെയ്തതിനു ശേഷം സാഞ്ചിയും അവന്റെ ഡ്രീം ഫുൾഫിൽ ചെയ്യുന്നുള്ള കാര്യം അപ്പോഴും മൈൻഡിൽ വെക്കും. അതാണ് അവന്റെ ഡ്രീമാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേൾഡിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫിഷസ് ഉള്ള ഒരു സമുദ്രമുണ്ട്, ഓൾ ബ്ലൂ എന്നുള്ള പേരിൽ. ആൻഡ് അത് കണ്ടുപിടിക്കലാണ് സാഞ്ചിയുടെ ഏറ്റവും വലിയ ഡ്രീം. ആൻഡ് ഇങ്ങനെ ഇവർ ഈ റെസ്റ്റോറന്റിൽ ഉണ്ടായിരിക്കുമ്പോഴാണ് അവിടെ ഒരു വലിയ പൈററ്റ് അറ്റാക്ക് ഉണ്ടാവുക. അങ്ങനെ ഈ സർക്കംസ്റ്റാൻസസിലാണ് നാമിക്ക് അവിടെയുള്ള ലൂഫിയുടെ എല്ലാ സ്വർണവും പണം എടുത്തിട്ട് അവിടെ നിന്ന് ഒളിച്ചോടാൻ നോക്കുക. ആൻഡ് ഇവളീ ഒളിച്ചോടാൻ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളൊരു വില്ലേജിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അവിടെ ഓൾറെഡി ഒരു വലിയ വില്ലൻ ഉണ്ട്. ആൻഡ് ഇയാളാണ് ഫിഷ്മാൻ പൈററ്റ് ആൾലോ. ആൻഡ് നാമിയുടെ വില്ലേജ് ഇയാളുടെ അണ്ടർ ആയതുകൊണ്ട് തന്നെ ഇയാൾ പറയുന്നത് നാമിക്ക് കേൾക്കേണ്ടി വന്നു. പക്ഷെ അവസാനം ലൂഫിയും ഈ ഓളോങ്ങും തമ്മിൽ ഒരു വലിയ ഫൈറ്റ് ഉണ്ടാവും. ആൻഡ് ആ ഫൈറ്റില് ലൂഫി ഇയാളെ തോൽപ്പിക്കും. ആൻഡ് ഈ സീനാണ് വൺ പീസിൽ തന്നെ ഫസ്റ്റ് ഹൈ സീൻ. ഇവിടുന്നാണ് നമുക്ക് വൺ പീസ് കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഏറ്റവും നല്ല സീനുകൾ കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്നാണ്. ആൻഡ് ഇങ്ങനെ ഇയാളെ തോൽപ്പിച്ചതിന് ശേഷം നാമി സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ ക്രൂവിൽ ജോയിൻ ആവും. ആൻഡ് ഇങ്ങനെ മോർ ഓർ ലെസ് ലൂഫിക്ക് ഒരു കിടിലൻ ടീം ഉണ്ടാവും. ക്യാപ്റ്റൻ ലൂഫി, മാസ്റ്റർ സ്പോർട്സ്മാൻ സോറോ, ആൻഡ് 3ാമത് നാവിഗേറ്റർ ആയിട്ട് നാമി, 4ാമതായിട്ട് സ്നൈപ്പർ ഉസോപ്പ്, ആൻഡ് 5th നമ്പർ ഷെഫ് ആൻഡ് ദ ഫൈറ്റർ സാഞ്ചി. ആൻഡ് ഇങ്ങനെ അവരെല്ലാരും കൂടിയിട്ട് ഗ്രാൻഡ് ലൈനിലോട്ട് പോകാൻ നോക്കും. ഗ്രാൻഡ് ലൈൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാൻഡ് ലൈനിലാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള പൈററ്റ്സ് എല്ലാം ഉള്ള സ്ഥലം. ആൻഡ് ഇതെല്ലാം കാരണം
വൺ പീസ്. കാരണം എല്ലാവരും വിചാരിക്കുന്നത് വൺ പീസും ഗ്രാൻഡ് ലൈനിൽ എവിടെ ഉണ്ടെന്നാണ്. പക്ഷെ വേൾഡിലെ തന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ടീം, ആൻഡ് ഇതിൽ ഫസ്റ്റ് വരുന്നതാണ് 7 വാർലോഡ്സ്. ആൻഡ് ഇവര് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള പൈററ്റ്സ് ആണ്. ആൻഡ് സെക്കൻഡ് ടീമാണ്, അതായത് ഓർഗനൈസേഷൻ ആണ് നേവി. ആൻഡ് നേവിയില് 3 അഡ്മിറൽസ് ഉണ്ട്. അവർ ഭയങ്കര സ്ട്രോങ് ആണ്. ആൻഡ് ഇപ്പൊ പറഞ്ഞ ഈ വാർലോഡ്സ് ഇല്ലേ, അവർക്ക് ഈ നേവിയെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ആൻഡ് അവസാനമായിട്ട് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളത് 4 എംപറേഴ്സ്. ആൻഡ് ഈ 4 എംപറേഴ്സ് ആണ് മൊത്തം വൺ പീസിൽ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടീം. ആൻഡ് ഇവരായിട്ടൊരു ഫൈറ്റ് എടുക്കാൻ നേവി പോലും ഒന്ന് ഭയപ്പെടും. ആൻഡ് ഈ വാർലോഡ്സ്, എംപറേഴ്സ്, അഡ്മിറൽസ് ഇവർക്ക് എല്ലാവർക്കും ഒരു പവർ ഉണ്ട്. അതാണ് ഡബിൾ ഫ്രൂട്ടിന്റെ പവർ. 1-2 പേർക്കൊന്നുമില്ല, അതിലുള്ള 1-2 പേർക്കൊന്നും ഡബിൾ ഫ്രൂട്ടിന്റെ പവർ ഇല്ല. അതിലുള്ള കിടിലൻ ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ട്, അത് ഞാൻ പറയാം. ആൻഡ് ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എന്താണ് ഡബിൾ ഫ്രൂട്ട് എന്ന്. ഡബിൾ ഫ്രൂട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് സൂപ്പർ പവേഴ്സ് കിട്ടും. ആൻഡ് എങ്ങനത്തെ പവർ കിട്ടുന്ന വെച്ച് കഴിഞ്ഞാൽ അത് നീ ഏത് പഴം കഴിക്കുന്നു അതിനെ ഡിപ്പെൻഡ് ആവും. ആൻഡ് നമ്മുടെ MC, അതായത് മെയിൻ ക്യാരക്ടർ ഗം ഫ്രൂട്ട് ആയിരിക്കും കഴിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ അവന്റെ ബോഡി ഭയങ്കരമായിട്ട് സ്ട്രെച്ചബിൾ ആയിരിക്കും, ഫാന്റാസ്റ്റിക് ഫോറിലെ മിസ്റ്റർ ഫാന്റാസ്റ്റിന്റെ ഒക്കെ പോലെ. ആൻഡ് ലൂഫിനെ ഒഴിച്ചു നിർത്തിയ ആ ടീമില് വേറെ ആരും ഡബിൾ ഫ്രൂട്ട് കഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വേറെ ആർക്കും സൂപ്പർ പവേഴ്സും ഇല്ല. ആൻഡ് ഇതിനുശേഷമാണ് വൺ പീസിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർക്ക് തുടങ്ങുന്നത്, ആൽബാസ്റ്റ ആർക്ക്. ഈ ആർക്കിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കും. ആ ഒരുപാട് കാര്യങ്ങളിൽ ഫസ്റ്റ് കാര്യമാണ് ലൂഫി ഒരു പ്രിൻസസ് ആയിട്ട് എൻകൗണ്ടർ ചെയ്യും. ആൻഡ് ഈ പ്രിൻസസിന്റെ ജീവൻ ഇപ്പൊ അപകടത്തിലാണ്. ആൻഡ് ദിസ് ഇസ് ഓൾ ബിക്കോസ് ഓഫ് ക്രോക്കഡൈൽ. ആൻഡ് ഇയാള് വാർലോഡ്സിൽ ഒരാളാണ്. ആ 7 വാർലോഡ്സ് ഞാൻ പറഞ്ഞില്ല, അയാളിൽ ഒരാളാണ് ഇയാള്. ആൻഡ് ഇയാൾ ഒരുപാട് സ്ട്രോങ്ങർ ആയതുകൊണ്ട് തന്നെ ലൂഫിക്ക് കിണ്ട രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. ഇൻഫാക്ട് 2 തവണ മരണം മുന്നിൽ കണ്ട് രക്ഷപ്പെട്ടു പോകുന്ന സിറ്റുവേഷൻ വരെ ഉണ്ടായിട്ടുണ്ട്. ഒരു തവണ മരിച്ചും പോകും. പക്ഷെ അവിടെ റോബിൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ വരും. ആൻഡ് റോബിൻ ലൂഫിയെ രക്ഷിക്കും. ആ സമയത്ത് റോബിൻ വാർലോഡ്സിന് വേണ്ടിയിട്ടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ പോലും റോബിൻ ലൂഫിയെ രക്ഷിക്കും. ആൻഡ് ഇതിന് ശേഷം ഇവർ തമ്മിലുള്ള ഫൈറ്റ് നടക്കും. ഈ ക്രോക്കഡൈൽ എങ്ങനെ പവർഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോക്കഡൈലും ഒരു ഡബിൾ ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ടാവും. ആൻഡ് അവിടെ വെച്ചിട്ടാണ് ലൂഫിയുടെ ഒരു വീക്ക് പോയിന്റ് മനസ്സിലാവുക, അതാണ് വെള്ളം. അങ്ങനെ ഒരു വിധത്തിൽ ക്രോക്കഡൈലിനെ തോൽപ്പിച്ചതിന് ശേഷം അടുത്ത ആർക്കിലോട്ട് പോകുമ്പോഴാണ് നമുക്ക് ലൂഫിയുടെ ബ്രദറിനെ കാണിക്കുക. ഈ ബിഗ് ബ്രദറിന്റെ പേരാണ് ഫയർ ഫിസ്റ്റ് എയ്സ്. ആൻഡ് ഇവൻ ഒരു ഡബിൾ ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ട്. ആൻഡ് അവന്റെ കയ്യിൽ ഫയറിന്റെ പവേഴ്സും ഉണ്ട്. ആൻഡ് ഇവനൊരു ചെറിയ പൈററ്റ് ഒന്നും അല്ല, ഇവൻ ഒറ്റയ്ക്കാണെന്നുണ്ട് തുടങ്ങുന്നുണ്ടെങ്കിൽ പോലും പിന്നെ അവനൊരു വലിയ ടീമിൽ ജോയിൻ ചെയ്യും, എംപററിന്റെ ടീമിൽ ജോയിൻ ചെയ്യും. ആ ടീമിന്റെ പേരാണ് വൈറ്റ് ബിയർഡ്സ്. ആൻഡ് ഇവൻ ജോയിൻ ചെയ്തതിനു ശേഷം ഇവ അതിലെ 3rd കമാൻഡർ ആവും. ഫസ്റ്റ് വൈറ്റ് ബിയർഡ് ഉണ്ടാവും, അതിനുശേഷം ഫസ്റ്റ് കമാൻഡർ ഉണ്ടാവും, അതിനുശേഷം ഇവൻ സെക്കൻഡ് കമാൻഡർ ആയിട്ട് ആ ടീമിൽ ഉണ്ടാവും. ആൻഡ് ഇതിനുശേഷം ലൂഫി ക്രോക്കഡൈലിനെ തോൽപ്പിച്ചത് ലോകം മൊത്തം അറിയാൻ തുടങ്ങും. എല്ലാവരും ലൂഫിയുടെ മുകളിൽ ഒരു കണ്ണ് വെക്കാൻ തുടങ്ങും. ആൻഡ് ഈ വേൾഡില് ഓരോ പൈറേറ്റ്സിനും ബൗണ്ട് ചെയ്ത് വരുന്നവർക്ക് ഒരു പൈസ കിട്ടും. ആ പൈസ ഇപ്പൊ ലൂഫിയുടെ 100 മില്യൺ ആണ്. ആൻഡ് ഇതിനുശേഷം റോബിൻ ക്രോക്കഡൈലിന് ജോലി ചെയ്ത് വിട്ടിട്ട് സ്ട്രോ ഹാറ്റ്സിൽ ചേരും, അതായത് ലൂഫിയുടെ ടീമിൽ ചേരും. ആൻഡ് ഇതിനുശേഷം നമുക്ക് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ആയിട്ടുള്ള ഒരു കാര്യം ഈ ആർക്കിൽ മനസ്സിലാവും, വിച്ച് ഈസ് പോണി ക്ലിഫ്സിനെ കുറിച്ചിട്ട്. ഈ പോണി ക്ലിഫ്സിന്റെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ വൺ പീസ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ആൻഡ് വേറൊരു കാര്യം കൂടി, ഞാൻ പറഞ്ഞില്ല ആദ്യം ഒരു പ്രിൻസസ് ഉണ്ടായിരുന്നു. ആ പ്രിൻസസിന്റെ വാക്കും കേട്ടിട്ട് ലൂഫിയും ടീമും ആ കിണ്ടത്തിന് രക്ഷിക്കാൻ പോകുമ്പോൾ നാമിയുടെ ഹെൽത്ത് ഒരുപാട് ബാഡ് കണ്ടീഷനിലൂടെയാണ് പോയിട്ടുണ്ടാവുക. എത്ര ബാഡാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഡോക്ടറെ കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും അവള് മരിച്ചു എന്നുള്ളൊരു കണ്ടീഷനിൽ. ആൻഡ് ഇനിയിപ്പോ ഒരു ഡോക്ടറെ വേണമെന്നുകൊണ്ട് തന്നെ അവരൊരു ഒറ്റപ്പെട്ട ഐലൻഡിൽ നിർത്തും. ആൻഡ് ലക്കിലി ആ ഐലൻഡിൽ നിറയെ ഡോക്ടേഴ്സ് ഉണ്ടാവും. പക്ഷെ ഡോക്ടേഴ്സ് ഒരുപാട് ഉണ്ടെന്നുണ്ടെങ്കിലും അതിലൊരു മെയിൻ ആള് പറയുന്നത് മാത്രമേ അവിടെ ഉള്ളവർ കേൾക്കുള്ളൂ. ആൻഡ് ഇങ്ങനെ ഈ ഐലൻഡിൽ നിൽക്കുമ്പോഴാണ് ലൂഫിക്ക് ഈ ചെറുക്കനായിട്ട് കണ്ടുമുട്ടുക. ഫേസ് നോക്കണ്ട, ആള് ഡോക്ടറാ. ആൻഡ് ഇങ്ങനെ ഇയാളും വന്നതിന് ശേഷം നാമിയുടെ ഹെൽത്ത് എല്ലാം ഓക്കെ ആവും. അപ്പൊ ലൂഫിക്ക് മനസ്സിലാവും എങ്ങനെയും ഇപ്പൊ ഒരു ഷിപ്പ് ആവുമ്പോ അതിലൊരു ഡോക്ടറും വേണമെന്നുള്ള കാര്യം ലൂഫിക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ചോപ്പറിനെ ക്രൂവിലോട്ട് ആഡ് ചെയ്യാൻ നോക്കും. ആദ്യമൊക്കെ ചോപ്പറും ഇല്ല എന്ന് പറയും, പക്ഷെ അവസാനം അവനും ഓക്കെ പറയും. ആൻഡ് അതിനുശേഷമാണ് ഇവർ അൽബസ്റ്റയിൽ പോകുന്നു. ഇപ്പൊ ക്രോക്കഡൈലുള്ള ഫൈറ്റിൽ ഉണ്ടായില്ലേ, അതെല്ലാം നടക്കുന്നതും. ആൻഡ് ഇതിന് ശേഷം ഇവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ആകാശത്ത് നിന്ന് ഒരു ഷിപ്പ് താഴോട്ട് വീഴുന്നവര് കാണും. ആൻഡ് ഇങ്ങനെ ഒരു ഷിപ്പ് ആകാശത്ത് നിന്ന് വീണ് കണ്ടപ്പോ ആർക്കും ആദ്യം ഒന്നും വിശ്വസിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അവര് കുറച്ചൊക്കെ റീസെർച്ച് ചെയ്യും. അങ്ങനെ റീസെർച്ച് ചെയ്തിട്ട് അവസാനം അവർക്ക് മനസ്സിലാവും ഒരു സ്കൈൽ ഐലൻഡ് കൂടി ഉണ്ടെന്ന്. ആൻഡ് ഇതറിഞ്ഞതിന് ശേഷം ഇവർ അവിടെ വിസിറ്റ് ചെയ്യണമെന്നും കൂടി തീരുമാനിക്കും. ആൻഡ് ഒരുപാട് കഷ്ടപ്പെട്ട് അവർ അവിടെ എത്തുകയും ചെയ്യും. ആൻഡ് ഈ സ്ഥലത്ത് ഈ ഐലൻഡിൽ വെച്ചിട്ട് ലൂഫിയുടെ മുന്നിലുണ്ടാവും ദൈവം. ജസ്റ്റ് കിഡിങ്, സോ കോൾഡ് ദൈവം. അതായത് അവനെ തന്നെ വിളിച്ചോണ്ടിരിക്കും. ഇയാളൊരു മറൈനായിരിക്കത്തില്ല, ഒരു പൈററ്റ് ആയിരിക്കത്തില്ല, അറിയത്തില്ല ഇയാൾ എന്താണെന്ന്. പക്ഷെ ഇയാളെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇയാളൊരു ദൈവമാണെന്നാണ്. ബട്ട് വൺ ഓഫ് ദ റീസൺ ആണ് ഇയാൾ ഭഗവാൻ ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ഷിപ്പ് ഉണ്ടാക്കാൻ. ആൻഡ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ സ്കൈലാൻഡിലുള്ള ആളുകളെ പറഞ്ഞു പറ്റിച്ചിട്ടുണ്ടാവും ഇവൻ ദൈവത്തിന് വേണ്ടിയിട്ടാണ് ഷിപ്പ് ഉണ്ടാക്കണമെന്നെല്ലാം. പക്ഷെ ലൂഫി വന്നിട്ട് ഇതെല്ലാം പൊളിച്ചിട്ട് ഇവനെ തോൽപ്പിക്കും. ആൻഡ് ഈ ഐലൻഡിലും റോബിന് പോണി ക്ലിഫ് കിട്ടും. ആൻഡ് ഇതിനുശേഷം അവർ വീണ്ടും വരെ ജേർണി തുടങ്ങും. ആൻഡ് ഇത്ര കൂടുതൽ ജേർണി ചെയ്തുകൊണ്ട് തന്നെ മേരി ഭയങ്കരമായിട്ട് ഡാമേജ്
മേജർ ആയിട്ടുണ്ടാവും. ആൻഡ് ഈ മേരിയെ റെഡി ആക്കണം എന്നുള്ള ഒരു ലെവലിലോട്ട് ഇവർ ഒരു ഐലൻഡിലോട്ട് പോകും. അതാണ് വാട്ടർ 7. ഇങ്ങനെ വാട്ടർ 7 പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇവർക്ക് വിശക്കാനൊക്കെ തുടങ്ങിയിട്ട് ഇവർ വേറൊരു ചെറിയ ഐലൻഡിൽ നിർത്തുക. ആ ഐലൻഡിൽ നിർത്തുമ്പോഴായിരിക്കും ഇവർക്ക് വൺ ഓഫ് ദ അഡ്മിറൽസ് ആയിട്ട് ഒരു എൻകൗണ്ടർ ഉണ്ടാവുക. ആൻഡ് ഇയാളും ഡെവിൾ ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ടാവും. ഇയാൾക്ക് ഐസ് പവേഴ്സ് ആയിരിക്കും. ആൻഡ് സ്ട്രോ ഹാറ്റ്സും ഇവരും തമ്മിൽ ഫൈറ്റ് ഉണ്ടാവും. ലൂഫിയുടെ ടീമും ഇവരും തമ്മിൽ ഇയാളും തമ്മിൽ. പക്ഷെ ഇയാളൊന്നും തൊടാൻ പോലും പറ്റില്ല. റോബിനൊക്കെ ഒരു തലനാരിഴക്കായിരിക്കും രക്ഷപ്പെടുക ജീവൻ. ആൻഡ് ഇയാളെടുത്ത് രക്ഷപ്പെട്ടതിന് ശേഷമാണ് വാട്ടർ 7 ആർക്ക് തുടങ്ങുന്നത്. ഇതും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആർക്കാണ്. കാരണം ഇത്ര നേരം ലൂഫി പൈറേറ്റ്സ് ആയിട്ട് എൻകൗണ്ടർ ഉണ്ടായിരുന്നു, മറൈൻസ് ആയിട്ട് എൻകൗണ്ടർ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ആർക്കിലാണ് ഡയറക്ട്ലി ലൂഫി സ്ട്രോ ഹാറ്റ്സും ഗവൺമെന്റ് ആയിട്ട് എതിരാവുന്നത്. കാരണം ഇവിടെ CP9 എന്ന് പറഞ്ഞൊരു ടീം വരും. ഇവർ ഡയറക്റ്റ് ഗവൺമെന്റിന് വേണ്ടി വർക്ക് ചെയ്യുന്നവരായിരിക്കും. ആൻഡ് ലൂഫിയുടെ ടീം ഈ CP9 ആയിട്ട് ഒരു ഫൈറ്റ് ഒക്കെ ഉണ്ടാകുമ്പോഴായിരിക്കും ഇവർ മനസ്സിലാവുക ഇവർ എത്ര പവർഫുൾ ആണെന്നല്ല. ആൻഡ് ഇതിന് ശേഷം നമുക്ക് റോബിന്റെ ഒരു ബാക്ക് സ്റ്റോറി കാണിക്കും. അപ്പോഴാണ് നമുക്ക് കാര്യം മനസ്സിലാവുക. പോണിക്ലിപ്സ് വായിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് ഈ ലോകത്ത് ഇവൾക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ CP9 ഗവൺമെന്റ് ഇവളുടെ പിന്നാലെ കൂടിയിട്ടുള്ളത്. ഇവിടം കൊണ്ട് തീരുന്നില്ല. ഈ ആർക്കിന്റെ അവസാനം നമുക്ക് മനസ്സിലാവും മൊത്തം വേൾഡിൽ തന്നെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള 3 ഏൻഷ്യൻ വെപ്പൺസ് ഉണ്ട്. ആ 3 ഏൻഷ്യൻ വെപ്പൺസിൽ വൺ ഓഫ് ദ ഏൻഷ്യൻ വെപ്പൺ ആയിരിക്കും ഒരു ഷിപ്പ്. ആൻഡ് അതിന്റെ ആർക്കിടെക്ചർ ഉള്ളത് ഫ്രാങ്കിയുടെ അടുത്തായിരിക്കും. ആൻഡ് ഈ ഫ്രാങ്കി അവസാനം സ്ട്രോ ഹാറ്റ്സിൽ ജോയിൻ ചെയ്യുന്നൊക്കെ. ആൻഡ് സ്ട്രോ ഹാറ്റ്സിലെ റോബിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നല്ലാണ്ട് ഇവൻ. പക്ഷെ ഈ ആർക്കിൽ ഏറ്റവും കിടലനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആർക്കിലാണ് ലൂഫിയുടെ ഗിയർ 2ഉം ഗിയർ 3ഉം നമുക്ക് ഷോ അടിക്കുന്നത്. ഈ 2 ഗിയർ വെച്ചിട്ടാണ് അവൻ CP9 എൻ ഓഫ് ദ പവർഫുൾ ആയിട്ടുള്ള ഏജന്റ് എല്ലാം അടിച്ചിടുന്നതും അവരെ തോൽപ്പിക്കുന്നതും. ആൻഡ് അങ്ങനെ അവരുടെ സ്ഥലത്ത് വെച്ചിട്ട് ഗവൺമെന്റിന്റെ കീഴിലിട്ട് തന്നെ CP9 ലൂഫിയും ടീമും തോൽപ്പിക്കും. ആൻഡ് ഈ ആർക്കിൽ ഇവിടെ വെച്ചിട്ട് തന്നെയാണ് നമുക്ക് തീരുന്നുണ്ടാവില്ല. ആൻഡ് ഇതോടുകൂടെ നമുക്ക് കാണിക്കും ലൂഫിയുടെ ഫാമിലിയെ പറ്റിയിട്ട്. എങ്ങനെയാണ് അവന്റെ മുത്തശ്ശൻ, അതായത് ദാദ ഒരു മറൈൻ നേവി വൈസ് അഡ്മിറൽ ആണെന്നുള്ള കാര്യം. മൊത്തം നേവിക്ക് അയാൾ ഒരു ഹീറോ പോലെ ആയിരിക്കും. ആൻഡ് വേറൊരു കാര്യം, അവന്റെ അച്ഛൻ ആരാണെന്നും അച്ഛൻ എങ്ങനെയാണ് ഒരു റെവല്യൂഷണറി ആർമി കൊണ്ട് നടക്കുന്നതെല്ലാം കാണിക്കും. പിന്നെ അച്ഛനൊരു ടെററിസ്റ്റ് ആയിട്ടാണ് ഗവൺമെന്റ് കണക്കാക്കിയിട്ടുള്ളത്. ആൻഡ് ഇയാളുടെ പേരാണ് മങ്കി ഡി ഡ്രാഗൺ. ആൻഡ് ഇയാൾ എത്രത്തോളം ഫേമസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂഫിയുടെ ടീമിലെ ബാക്കിയുള്ള എല്ലാവർക്കും ഇയാൾ അറിയായിരുന്നു, ലൂഫിക്ക് ഒഴിച്ച്. ആൻഡ് ലൂഫിയുടെ മുത്തശ്ശന്റെ അടുത്ത് നിന്ന് ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം സ്ട്രോ ഹാറ്റ്സിലെ ഓരോ മെമ്പേഴ്സും ലിറ്ററലി ഷോക്കായി നിൽക്കും. ആസ് എ ടോക്കൺ ഓഫ് ഗിഫ്റ്റ് ആയിട്ട് ഫ്രാങ്കി ഒരു പുതിയ ഷിപ്പ് ഉണ്ടാക്കാൻ തുടങ്ങും. ചുമ്മാ ഒരു ഷിപ്പല്ല, ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള കിടലനായിട്ടൊരു ഷിപ്പ്. ആൻഡ് ഈ പുതിയ ഷിപ്പ് എടുത്തിട്ട് അവരുടെ അഡ്വഞ്ചേഴ്സ്, അതായത് ജേണി വീണ്ടും അവർ തുടങ്ങും. ആൻഡ് ഈ പോയിന്റ് ഓഫ് ടൈമില് ലൂഫിയുടെ ടീമില് ലൂഫി, നാമി, സോറോ, ഉസോപ്പ്, സാഞ്ചി, റോബിൻ ആൻഡ് ലാസ്റ്റ് ആയിട്ട് ഇപ്പോ ചോപ്പറും ഫ്രാങ്കിയും. ആൻഡ് ഇങ്ങനെ ഇവരെല്ലാരും കൂടി ഇവരുടെ ജേണി തുടർന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇവർ പുതിയൊരാളായിട്ട് മീറ്റ് ചെയ്യുക. അവന്റെ പേരായിരിക്കും ബ്രൂക്ക്. അവനൊരു സ്കെലട്ടൺ മാത്രമായിരിക്കും, അതായത് ശരീരം ഉണ്ടാവത്തില്ല, സ്കെലട്ടൺ മാത്രമായിരിക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവനൊരു ഡബിൾ ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അവൻ മരിച്ചിട്ടുണ്ടാവില്ല, സ്കെലട്ടൺ ഫോമിൽ ജീവിച്ചിരിക്കുകയായിരിക്കും. ആൻഡ് ഇതോടുകൂടി നമുക്ക് വേറൊരു കാര്യം കൂടി മനസ്സിലാവും, ഈ ബ്രൂക്കിന് നിഴലുണ്ടായിരിക്കത്തില്ല. ബിക്കോസ് ഓഫ് സം റീസൺ ഇവന് നിഴലുണ്ടായിരിക്കില്ല. ആൻഡ് ഇവനെ പോലെ തന്നെ വേറെ ഒരുപാട് പേരുണ്ട്, അവർക്കൊന്നും നിഴലുണ്ടാവത്തില്ല. ആൻഡ് ഇതിനെല്ലാം കാരണം വൺ ഓഫ് ദ 7 വാർലോഡ് ആയിട്ടുള്ള ആളാണ്. ആൻഡ് ഇയാൾ ആളുകളുടെ നിഴലെല്ലാം മോഷ്ടിച്ചിട്ട് അതുകൊണ്ട് സോംബി ഉണ്ടാക്കുകയാണ് ഒരു ഡോക്ടറുടെ സഹായം വെച്ചിട്ട്. ആൻഡ് ആദ്യമൊക്കെ ഒരുപാട് പാടുപെടുന്നുണ്ടെങ്കിലും അവസാനം ലൂഫി എങ്ങനെയൊക്കെയോ ഈ വാർലോഡിനെയും തോൽപ്പിക്കും. പക്ഷെ ഈ ഫൈറ്റില് ലൂഫി അവന്റെ വേറൊരു ഫോം എടുക്കും. ടു ബി ഓണസ്റ്റ്, ഗിയർ 5 മുന്നേ എന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് സീൻ ആയിരുന്നു ഇത്. കാരണം ലൂഫി ഈ ഫോമിൽ ഭയങ്കര ബാഡ് ആസ് ആയിട്ടിരിക്കും. അതിപ്പോ പേഴ്സണാലിറ്റി വൈസ് ആണെന്നുണ്ടെങ്കിലും പവർ വൈസ് ആണെന്നുണ്ടെങ്കിലും. ആൻഡ് ഇവിടെ ഒരു വാർലോഡിനെ തോൽപ്പിച്ച ശേഷം അവിടെ വേറൊരു വാർലോഡ് വരും ഗവൺമെന്റ് പറഞ്ഞിട്ട്. ആൻഡ് അയാൾക്ക് ഇൻസ്ട്രക്ട് ചെയ്യും ആ മൊത്തം സ്ട്രോ ഹാറ്റ്സിനെ അവിടുത്തെ അച്ഛനെ തീർക്കാൻ വേണ്ടി. പക്ഷെ ഈ വാർലോഡ് ലൂഫിയുടെ അച്ഛന്റെ ആർമി ആയിട്ടുള്ള റവല്യൂഷൻ ആർമിയിലെ ഒരു മെമ്പർ ആയതുകൊണ്ട് തന്നെ അയാൾ അങ്ങനെ ചെയ്യത്തില്ല. സീക്രട്ട്ലി അയാൾ ലൂഫിയുടെ അച്ഛന്റെ ആളായിരിക്കും. ഇതിന് ശേഷം പുതിയൊരു ആർക്ക് തുടങ്ങും. ആ ആർക്കിന്റെ പേര് എനിക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ അറിയത്തില്ല. സബോഡി ആർക്ക് പ്രൊണൗൺസ് ചെയ്യാൻ പറ്റത്തില്ല. ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യും. ആൻഡ് അതെന്തോ ആയിക്കോട്ടെ, ഈ ആർക്കിലാണ് ഒരുപാട് കാര്യങ്ങൾ മാറാൻ തുടങ്ങുന്നത്. കാരണം ഇപ്പൊ എല്ലാവർക്കും ലൂഫി മതി. ആൻഡ് ഈ ആർക്കിലാണ് നമുക്ക് സെലസ്റ്റിയൽ ഡ്രാഗൺസിനെ പരിചയപ്പെടുത്തുന്നത്. ആൻഡ് സെലസ്റ്റിയൽ ഡ്രാഗൺസ് എത്രത്തോളം പവർഫുൾ ആണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോ അങ്ങനെ കാണുമ്പോൾ അവർ പവർഫുൾ ആയിട്ട് തോന്നത്തില്ല. പക്ഷെ അവർ എത്രത്തോളം പവർഫുൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം നേവി, അതായത് മൊത്തം മറൈനെ എല്ലാം കൺട്രോൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇവര് ഒന്ന് വിളിച്ചാൽ മതി, അപ്പൊ തന്നെ കണക്കിന് ഷിപ്പുകൾ ഇവരുടെ അടുത്തോട്ട് വരും ഇവനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. അത്രത്തോളം പവർഫുൾ ആയിരിക്കും. പക്ഷെ ലൂഫി ഇയാളെ തോൽപ്പിക്കും. ഇവിടെ എന്താ തോൽപ്പിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ഇത്രത്തോളം പവർഫുൾ ആണെങ്കിൽ പോലും ഇയാൾക്ക് ബാക്കിയുള്ള ആളുകൾ, ഇയാളുടെ താഴെ ജോലി ചെയ്യുന്ന ആളുകളായിക്കോട്ടെ, ബാക്കിയുള്ള ആരും ആയിക്കോട്ടെ, അയാളല്ല ഒരു കീടത്തിനെ പോലെ ആയിരിക്കും ഇയാൾ ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ ഈ സെലസ്റ്റിയൽ ഡ്രാഗനെ കൊന്നതിന് ശേഷം മൊത്തം നേവിയും അഡ്മിറൽസും എല്ലാവരും ലൂഫിയുടെ, അതായത് സ്ട്രോ ഹാറ്റ്സിന്റെ
അഡ്മിറൽസിന്റെ പിന്നാലെ ആയിരിക്കും. ആൻഡ് ഇവരെ മൊത്തത്തിൽ ട്രാപ്പ് ചെയ്തുകൊണ്ട് തന്നെ അഡ്മിറൽസിന്റെ അടുത്തുനിന്നും ഇവരുടെ ഇവർക്ക് രക്ഷപ്പെടാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് വരും. ആൻഡ് അവസാനം ഈ വാർലോഡ്, അതായത് ഇവന്റെ പേരാണ് കൂമ, ഇവൻ എല്ലാ സ്ട്രോ ഹാറ്റ്സിനെയും ലൂഫിയുടെ ടീമിലെ എല്ലാവരെയും അടിച്ചിടാൻ തുടങ്ങും. ആൻഡ് ഈ ഇൻസിഡൻസിന് ശേഷം എല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാവുക സ്ട്രോ ഹാറ്റ്സ് എല്ലാവരും മരിച്ചു എന്നാണ്. പക്ഷെ ഇവിടെ ട്വിസ്റ്റ് ആയിട്ട് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഇവൻ റെവല്യൂഷണറി ആർമിയിലെ ഒരു മെമ്പറാണ് ഈ കൂമ. അതുകൊണ്ട് തന്നെ ഓരോ സ്ട്രോ ഹാറ്റ്സിലെ മെമ്പറെയും സേഫ് ആക്കിയിട്ട് ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി ഒളിപ്പിക്കും, ഓരോ ഐലൻഡിൽ കൊണ്ടുപോയി ഒളിപ്പിക്കും. ആൻഡ് ഓരോ മെമ്പേഴ്സും തിരിച്ച് ടീമിലോട്ട് ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞ് ശ്രമിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ചില കാരണങ്ങളൊക്കെ കൊണ്ട് വരാൻ പറ്റാണ്ടാവും. ആൻഡ് ലൂഫി ആണെന്നുണ്ടെങ്കിൽ അവൻ അവന്റേതായിട്ടുള്ള വേറൊരു അഡ്വഞ്ചറിലോട്ട് ഇവിടെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. എന്താ ഉണ്ടാവാന്നറിയോ, അവൻ ഒരു ഐലൻഡിൽ ചെന്ന് വിടും, അവിടെ ഒരാണ് പോലും ഉണ്ടാവില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐലൻഡിൽ ഏതെങ്കിലും ഒരു ആണിനെ കണ്ടു കഴിഞ്ഞാൽ അവിടെ ഓൺ ദ സ്പോട്ട് അവനെ വെടിവെക്കണം എന്നാണ് ഓർഡർ. എങ്കിൽ ലോ എന്നും പറയാം. പക്ഷെ ഇവിടെ ഈ ഒരു ഐലൻഡിന് തന്നെ ഒരു റാണി, ഒരു വാർലോഡ് ഉണ്ടാവും. ഇവൾക്ക് സംഹാവ് ലൂഫിയെ ഇഷ്ടപ്പെടും. ആൻഡ് എങ്ങനെയൊക്കെയോ ലൂഫി ആ ഐലൻഡിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോഴായിരിക്കും ലൂഫിക്ക് ഒരു കാര്യം മനസ്സിലാവുക. ലൂഫിയുടെ ബ്രദർ ആയിട്ടുള്ള എയ്സ് ഇല്ലേ, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, അവനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പോവാണെന്ന്. ആൻഡ് ഇതറിഞ്ഞ ലൂഫി പേടിച്ചിട്ട് ഹാങ്കോക്ക്, അതായത് ഈ റാണിയുടെ അടുത്ത് ഹെൽപ്പ് ചോദിക്കും. എന്താ ഹെൽപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എയ്സിനൊപ്പം ഒരു പ്രിസണിൽ അടച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. ആ പ്രിസണിൽ എത്താൻ വേണ്ടിയിട്ട് ഹാങ്കോക്കിന്റെ അടുത്ത് സഹായം ചോദിക്കും. ആൻഡ് ഹാങ്കോക്കിന്റെ സഹായത്തോടെ തന്നെ ലൂഫി ഈസി ആയിട്ട് ഈ പ്രിസണിൽ എത്തും. പക്ഷെ ഈ പ്രിസണിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര പവർഫുൾ ആയിരിക്കും. ചരിത്രത്തിൽ ഒരു തവണ പോലും ഈ പ്രിസണിൽ ഒരു കൈദിയും, അതായത് ഒരു തടവ് പുള്ളി പോലും രക്ഷപ്പെട്ടിട്ടുണ്ടാവില്ല. ഇവിടെ ഹാങ്കോക്കിന് ലൂഫി ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് തന്നെ ലൂഫിയെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഈ പ്രിസണിൽ എത്തിയതിനു ശേഷം ലൂഫി ഒരുപാട് ശ്രമിക്കും എയ്സിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടെല്ലാം. ബട്ട് സമൂഹം എന്തെങ്കിലുമൊക്കെ ഒരു ഇടങ്ങാറായിട്ട് അവൻ അത് ചെയ്യാൻ പറ്റാണ്ടായി പോകും. ആൻഡ് എയ്സിനെ ഇപ്പൊ ഇവിടുന്ന് മാറ്റാൻ പോവാണ് എക്സിക്യൂഷൻ, അതായത് എവിടെയാണോ കൊല്ലാൻ കൊണ്ടുപോകുന്നത് അങ്ങോട്ട് മാറ്റാൻ പോവായിരിക്കും. പക്ഷെ അങ്ങനെ കൊണ്ടുപോകാൻ പോകുന്നതിന് മുന്നേ തന്നെ ലൂഫി ഒരുപാട് പേരായിട്ട് ഫൈറ്റ് ചെയ്യും. പക്ഷെ ഈ ഫൈറ്റിൽ അവസാനം ആ പ്രിസണിലെ തന്നെ വാർഡനായിട്ട് ഫൈറ്റ് ചെയ്യും. വാർഡൻ എത്രത്തോളം പവർഫുൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാർഡന്റെ മുന്നിൽ ആരെങ്കിലും പോയി അങ്ങോട്ട് തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വേദന എടുക്കുന്ന പോലെ ഒരു വാർഡനായിരിക്കും. ആൻഡ് ലൂഫിയും വ്യത്യസ്തമൊന്നും ഉണ്ടാവില്ല. ലൂഫിയും എങ്ങനെയൊക്കെയോ ഒരു തരനാരി അടക്കാണ്ട് രീതിയിൽ രക്ഷിക്കും. പക്ഷേ റവല്യൂഷണറി ആർമിയിലെ റൈറ്റ് വുമൺ അവിടെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ റൈറ്റ് വുമൺ ഒരു ഡബിൾ ഫ്രൂട്ട് ഹീറ്റർ ആയിരിക്കും. അതുകൊണ്ട് അവൾക്ക് പവേഴ്സ് ഉണ്ടാവും. പവേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്മാരുടെ ഹോർമോൺസ് വെച്ച് കളിക്കാനുള്ള പവേഴ്സ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരുവിധം ചാവാറായ ലൂഫിയെ ഇവള് രക്ഷിക്കും. പക്ഷെ ഈസി ആയിട്ടല്ല, ലൂഫി ലിറ്ററലി ജീവൻ കൈ പിടിച്ചിട്ടായിരിക്കും നിന്നുണ്ടാവുക. കാരണം ക്യൂർ ആവുന്നത് വരെ അത്രയും ഒരു ബാഡ് ഇതിലോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. ആൻഡ് ഇതിനുശേഷം ലൂഫിക്ക് മനസ്സിലാവും എയ്സിനെ ഓൾറെഡി എക്സിക്യൂഷൻ പ്ലേസിലോട്ട് കൊണ്ടുപോയിട്ടുണ്ടെന്ന്. ആൻഡ് ഇതറിഞ്ഞ ലൂഫി എയ്സിനെ എങ്ങോട്ടാണോ കൊണ്ടുപോയിട്ടുള്ളത് അങ്ങോട്ട് പിന്നാലെ പോവും. ആൻഡ് ആ എക്സിക്യൂഷൻ പ്ലേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു പ്ലേസ് ഒന്നുമില്ല, നേവിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിരുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എയ്സിന്റെ എക്സിക്യൂഷൻ തടുക്കാൻ വേണ്ടിട്ട് ലൂഫി മാത്രമാവില്ല വരിക, വൈറ്റ് ബിയേർഡും വരും. കാരണം വൈറ്റ് ബിയേർഡിന്റെ കമാൻഡർ വൈറ്റ് ബിയേർഡ് അല്ലാണ്ട് വേറെ ആരാ രക്ഷിക്കുക. ഇങ്ങനെ ഈ എക്സിക്യൂഷൻ പ്ലേസിൽ വെച്ചിട്ട് നേവി അനൗൺസ് ചെയ്യും എയ്സ് അയാള് വേറെ ആരുമല്ല ഗോൾഡി റോജറിന്റെ മകനാണെന്നുള്ള കാര്യം അവിടെ വെച്ച് അനൗൺസ് ചെയ്യും. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നോ പിന്നെ എങ്ങനെയാണ് ലൂഫി ഇവന്റെ ബ്രദർ ആണെന്ന്, രണ്ടുപേരുടെ അമ്മ ഒന്നാണെന്നൊക്കെ ആലോചിക്കുന്നുണ്ടാവും. അതൊന്നുമല്ല, ലൂഫിയും എയ്സും പിന്നെ വേറൊരു ചെറുക്കനും ഇവര് 3 പേരും കൂടിയിട്ട് കപ്പ് ഓഫ് സേക്സ് കുടിച്ചിട്ടുണ്ടാവും ഒരുമിച്ച്. അങ്ങനെ ഇവരൊരു, അതായത് ഇപ്പൊ നമ്മളൊക്കെ പറയില്ലേ ബ്രദർ ഫ്രം അനദർ മദർ എന്നൊക്കെ, അങ്ങനെയുള്ള ഒരു ബ്രദർ ആയിരിക്കും. അല്ലാണ്ട് ബ്ലഡ് റിലേഷൻ ഒന്നും ഉണ്ടാകത്തില്ല. ആൻഡ് ഇതിന് ശേഷം മറൈൻ ഫോർഡ് ആർക്ക് തുടങ്ങും. ഈ മറൈൻ ഫോർഡ് ആർക്കിൽ ഓൺലി ഫൈറ്റിംഗ്, പിന്നെയും ഫൈറ്റിംഗ്, ഇതിന് ശേഷവും ഫൈറ്റിംഗ്, അങ്ങനെ ഫൈറ്റിംഗോട് നിറഞ്ഞൊരു ആർക്കായിരിക്കും. ആൻഡ് ചുമ്മാ ഫൈറ്റിംഗ് അല്ല, 3 അഡ്മിറൽസ് ആയിട്ടുള്ള ഫൈറ്റിംഗ് ആയിരിക്കും. അവരുടെ എല്ലാം വൈസ് അഡ്മിറൽസ്, വാർലോഡ്സ്, വൈറ്റ് ബിയേർഡിന്റെ കമാൻഡേഴ്സ്. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ വൈറ്റ് ബിയേർഡിന്റെ കമാൻഡേഴ്സ് ഉണ്ടായിരുന്നു, 3 കമാൻഡേഴ്സ്. ആ 3 കമാൻഡേഴ്സ് ഇതിന്റെ ഒപ്പം തന്നെ ലൂഫി, ജിൻബെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിഷ് മാൻ. ജിൻബെ പഴയൊരു വാർലോഡ് ആയിരുന്നു. അതോടൊപ്പം തന്നെ വൈറ്റ് ബിയേർഡിന്റെ വലിയൊരു സപ്പോർട്ടർ ആയിരുന്നു. എയ്സിന്റെ ഒരു നല്ല ഫ്രണ്ടും ആയിരുന്നു. കാരണം ജിൻബയുടെ ഫിഷ്മാൻ ഐലൻഡ് എല്ലാം രക്ഷിച്ചുകൊണ്ടിരുന്നത് വൈറ്റ് ബിയേർഡിന്റെ ടീമായിരുന്നു. ആൻഡ് ഇതിനുശേഷം നമുക്ക് ഫൈറ്റ് ആണ് കാണിക്കുന്നത്. ഈ ഫൈറ്റിലാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുക, ലൂഫി ഇപ്പൊ ബാക്കിയുള്ളവരുടെ കണ്ണിൽ എത്ര വലിയ പവർഫുൾ ആണെന്നുണ്ടെങ്കിലും ഒരു റിയൽ ഫൈറ്റിലോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ആൻഡ് ഈ ഫൈറ്റ് എല്ലാം തുടങ്ങിയത് എയ്സിനെ രക്ഷിക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും എയ്സ് ഇവിടെ മരിച്ചു പോവും. എയ്സിന്റെ ഒപ്പം തന്നെ വൈറ്റ് ബിയേർഡും തോറ്റു പോവും. ആൻഡ് ഇവിടെ ലൂഫിക്ക് മനസ്സിലാവും അത്രത്തോളം വീക്കറാണ് ഒരു ശരിക്കുള്ള ഫൈറ്റിൽ നിന്ന്. കാരണം അവൻ എത്രത്തോളം ശ്രമിച്ചിട്ടും എയ്സിനെ രക്ഷിക്കാൻ പറ്റിയില്ല. പകരം അവൻ തന്നെ ബാക്കിയുള്ളവരുടെ സഹായം കൊണ്ട് ഒരു വിധത്തിലാണ് രക്ഷപ്പെട്ടത്. ആൻഡ് രക്ഷിച്ചത് ജിംബയും ഷാങ്സും ലോ ആയിരിക്കും. അതെ, ഷാങ്സും അങ്ങോട്ട് വന്നിട്ടായിരിക്കും ഈ അടി സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി, ഫൈറ്റ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഷാങ്സ് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂഫിയുടെ ഒരു വലിയ ഐഡലാണ്. ഇൻഫാക്ട് ലൂഫിക്ക് പൈററ്റ് ആവണമെന്നുള്ള ആഗ്രഹം പോലും ഷാങ്സിനെ കണ്ടാണ് വന്നത്. ആൻഡ് ലൂഫിയുടെ അടുത്തുള്ള ആ തൊപ്പില്ലേ അതുപോലും ഷാങ്സ് ആണ് ലൂഫി കൊടുത്തത്. ആൻഡ് വൺ മോർ തിങ്, ഞാൻ 4 എംപറേഴ്സിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ എംപറേഴ്സ് ടീമിലെ വൺ ഓഫ് ദ എംപറർ ആണ് ഷാങ്സ്. ആൻഡ് ലൂഫി ഇങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് നിൽക്കുമ്പോൾ
നോക്കുമ്പോൾ ലൂഫിയെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ആളാണ് ലോ. ആൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലോയും ലൂഫിയുടെ പോലെ തന്നെ ഒരു ന്യൂ ഏജ് പൈററ്റ് ആണ്. ആൻഡ് ലോ സേഫ്ലി ലൂഫിയെ ട്രീറ്റ് ചെയ്തിട്ട് ഹാങ്കോക്ക്, അതായത് പെണ്ണുങ്ങൾ മാത്രമുള്ള ഐലൻഡിൽ അങ്ങോട്ട് കൊണ്ടുപോകും. ആൻഡ് അവിടെ എത്തും റോജർ, അതായത് കിങ് ഓഫ് പൈററ്റിന്റെ റൈറ്റ് ഹാൻഡ് ആയിരുന്നു ഇയാള്. ആൻഡ് ഇയാൾ എന്തിനാ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ലൂഫി ആകെ തകർന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്റെ കൂട്ടുകാരെല്ലാരും ഓക്കെ ആണോ, എനിക്ക് അവരെ കാണണം എന്നെല്ലാം പറയും. പക്ഷെ ഇവിടെ റോജർ കയറി വന്നിട്ട് റോജർ പറയും, നീ ആദ്യം നിന്നെ തന്നെ ഒന്ന് മെതുക്കിയെടുക്ക്, നീ ട്രെയിൻ ചെയ്യ്, നീ ഒരുപാട് വർക്ക് ചെയ്യ്, ആൻഡ് നീ നിന്നെ തന്നെ തയ്യാറാക്ക് ന്യൂ വേൾഡിന് വേണ്ടിയിട്ട്. ആൻഡ് ന്യൂ വേൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് പാർട്ട് ആയിരിക്കും ഗ്രാൻഡ് ലൈൻ്റെ. ഫസ്റ്റ് പാർട്ട് ഓൾറെഡി ലൂഫി കവർ ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ഈ സെക്കൻഡ് പാർട്ടിന് പറയുന്ന പേരാണ് ന്യൂ വേൾഡ്. അതും ഫസ്റ്റ് പാർട്ട് ഇങ്ങനെയൊക്കെ രക്ഷപ്പെട്ടതാണെങ്കിലും സെക്കൻഡ് പാർട്ട് ഇതിനെക്കാട്ടിലും കൂടുതൽ ഡേഞ്ചറസ് ആണ്. അതുകൊണ്ടാണ് ഇയാൾ പറയുന്നത് നീ തയ്യാറാവും അങ്ങോട്ട് പോകുന്നതിന് മുന്നേന്ന്. കാരണം ഇപ്പൊ കഴിഞ്ഞ ഫൈറ്റിൽ നിനക്ക് മനസ്സിലായിട്ടുണ്ടാവും നീ ഇപ്പൊ എവിടെയാണ് നിൽക്കുന്നതെന്നുള്ളത്. അതുകൊണ്ട് തന്നെ സംഭവം എല്ലാ ക്രൂ മെമ്പേഴ്സിനും മെസ്സേജ് അയക്കും, 2 വർഷം ട്രെയിൻ ചെയ്യും, മൊത്തത്തിൽ ഒന്ന് എല്ലാവരും തയ്യാറാവ്. ആൻഡ് ഇതുകൊണ്ട് തന്നെ നമുക്ക് 2 വർഷം ഒരു സ്കിപ്പാണ് കാണിക്കുന്നത്. അതിനുശേഷം അവർ എവിടെ നിന്നാണോ പിരിഞ്ഞത് അവിടെ തന്നെ എല്ലാവരും വീണ്ടും ഒരുമിക്കും. ആൻഡ് വൺ മോർ തിങ്, ബാക്കിയുള്ളവരുടെ അറിയത്തില്ല, പക്ഷെ ഈ 2 വർഷത്തെ ഗ്യാപ്പിൽ ലൂഫി ഹാക്കിയുടെ മിസ്റ്ററി പഠിക്കും. ആൻഡ് ഈ മിസ്റ്ററി അവൻ, അതായത് ആ റൈറ്റ് ഹാൻഡ് ആയിട്ട് അവൻ ട്രെയിൻ ചെയ്തിട്ട് ഈ മിസ്റ്ററി പഠിക്കുന്നത് വെറുതെ ഉള്ള ഒരു ഹാക്കി അല്ല, കോങ്കറർ ഹാക്കിയാണ് പ്രൊസസ് ചെയ്യുന്നത്. ഇനി അതെന്താന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സ്ട്രോങ്ങസ്റ്റും റയറസ്റ്റ് ആയിട്ടുള്ള ഒരു മിസ്റ്ററിയാണ്. ആൻഡ് ഇതിനുശേഷം ലൂഫിയും മൊത്തം സ്ട്രോ ഹാറ്റ്സും എല്ലാവരും ഫിഷ്മാൻ ഐലൻഡിലോട്ട് പോകും. ഫിഷ്മാൻ ഐലൻഡ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. ആൻഡ് ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഷ്മാൻസിനെ അവിടെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നുള്ള കാര്യമായിരിക്കും. ഫിഷ്മാൻസിനെ സ്ലേവ്സിനെ പോലെ എല്ലാം കൊണ്ടുവരുന്നുണ്ടാവും. ആൻഡ് ഇത് തടുക്കാനായിരുന്നു അവിടെ വൈറ്റ് ബിയർഡ് ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ ഇപ്പൊ വൈറ്റ് ബിയർഡ് മരിച്ചു പോയത് കാരണം കൊണ്ട് തന്നെ അവിടെ എല്ലാം പഴയ പോലെ ആവാൻ തുടങ്ങുന്നുണ്ടാവും. അങ്ങനെ ഇവർക്ക് വേറൊരു സഹായം വേണ്ടത് കൊണ്ട് തന്നെ അവര് വേറൊരു എംബർ ആയിട്ടുള്ള ബിഗ് മോമിന്റെ അടുത്ത് ഹെൽപ്പിന് പോകും. അതെ, ബിഗ് മോം എന്നുള്ളത് അതിന്റെ പേരാണ്. ആൻഡ് ഇതേ ഐലൻഡിലാണ് 1 ഓഫ് ദ 3 ഏൻഷ്യൻ വെപ്പൺ ഉള്ളത്. ആൻഡ് അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ആരുമല്ല, ആ ഫിഷ്മാൻ ഐലൻഡിലെ രാജാവിന്റെ മകളായിരുന്നു. ആൻഡ് ഇതിനു ശേഷം നടക്കുന്ന കാര്യങ്ങളെല്ലാം വൺ പീസിലെ ബിഗ്ഗസ്റ്റ് ആർക്കായിട്ടുള്ള വാനോ ആർക്കിന് വേണ്ടിയിട്ടുള്ള ബിൽഡപ്സ് ആണ്. ഞാൻ പറയുന്നത് പങ്കസാഡ് ആർക്കിനെ പറ്റിയിട്ടാണ്. ആൻഡ് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ വേൾഡില് ഗ്രാൻഡ് ലൈൻ്റെ സെക്കൻഡ് ഹാഫ് അതിന്റെ ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. ആൻഡ് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ പകുതി ഐസും പകുതി ഹോട്ടും ആയിരിക്കും. ആൻഡ് ഇതിങ്ങനെ ആവാനുള്ള കാരണം 2 അഡ്മിറൽസ് തമ്മിലുള്ള ഫൈറ്റ് ആയിരിക്കും. ഇപ്പൊ മനസ്സിലാവുന്നില്ല അഡ്മിറൽസ് എന്ത് പവർഫുൾ ആണെന്നുണ്ട്. ഒരു ഐലൻഡിന്റെ തന്നെ രൂപം തന്നെ മാറ്റാൻ അവർക്ക് പറ്റും. ആൻഡ് ഈ ഐലൻഡ് ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ അവിടെ മനുഷ്യവാസം പോസിബിൾ ആയിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു സയന്റിസ്റ്റ് അവിടെ എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ആ സയന്റിസ്റ്റിന്റെ പേരാണ് സീസർ ക്ലോം. ആൻഡ് ഇവൻ അവിടെ പരീക്ഷണം എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് ഇതേ ഐലൻഡിലാണ് ലൂഫിക്കും സ്ട്രോ ഹാറ്റ്സിനും ലോനെ പിന്നെയും കണ്ടുമുട്ടുന്നത്. അതായത് ലൂഫിനെ അവിടുന്ന് രക്ഷിച്ചിട്ടുണ്ടാവില്ലേ അവൻ. ആൻഡ് ഇവിടെ ലൂഫിക്ക് ഒരു ഓഫർ കൊടുക്കും, ഒരു അലയൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്തിനാ അലയൻസ് ഉണ്ടാക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവർ 2 പേരും ചേർന്നിട്ട് കൈഡോനെ കൊല്ലാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇപ്പൊ നിങ്ങൾ വണ്ടടിക്കുന്നുണ്ടാവും കൈഡോ എന്ന് ആരാണെന്നുണ്ടെങ്കിൽ, കൈഡോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഓഫ് ദ എംബറർ ആയിരിക്കും. ഇത് മാത്രമല്ല കൈഡോക്ക് വേൾഡ് സ്ട്രോങ്ങസ്റ്റ് ക്രീച്ചർ എന്നുള്ള ഒരു ടൈറ്റിലും കിട്ടിയിട്ടുണ്ടാവും. ആൻഡ് ഇതിനുശേഷം ലൂഫിയും ലോയും കൂടി അലയൻസ് ആവും. ആൻഡ് സീസറിനെ അവർ അടിച്ചു തോൽപ്പിക്കും. ആൻഡ് സീസറിനെ പിടിച്ചടിച്ചത് കൈഡോക്ക് ഡയറക്റ്റ്ലായിട്ട് ഇമ്പാക്ട് ചെയ്യും. എങ്ങനെയെന്ന് ആലോചിക്കുന്നുണ്ടെങ്കിൽ സീസറും വേഗാപ്പങ്കും ഇവർ 2 പേർക്കും മാത്രമാണ് ഈ ഡബിൾ ഫ്രൂട്ട് ഉണ്ടാക്കാനുള്ള കഴിവുള്ളത്. ആ സീസർ ഉണ്ടാക്കുന്ന ഡബിൾ ഫ്രൂട്ടിൽ കുറച്ച് സൈഡ് എഫക്ട്സ് എല്ലാം ഉണ്ടെങ്കിൽ പോലും സ്റ്റിൽ അവൻ ഡബിൾ ഫ്രൂട്ട് ഉണ്ടാക്കാൻ പറ്റും സീസറിന്. ആൻഡ് സീസറിന്റെ ഈ ഹെൽപ്പോടെയാണ് 1 ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ്, അതല്ല സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള വാർലോഡ് ആയിട്ടുള്ള ഡോഫിൾമിംഗോ കൈഡോന്റെ അടുത്തോട്ട് ഈ ഡബിൾ ഫ്രൂട്ട്സ് എത്തിക്കുന്നത്. കാരണം ഡോഫിൾമിംഗോ ആണ് സീസറിന്റെ അടുത്ത് ഡബിൾ ഫ്രൂട്ട്സ് എല്ലാം കൈഡോക്ക് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും കൈഡോന് എന്തിനാണ് ഇത്രയും തോന്നുന്ന ഡബിൾ ഫ്രൂട്ട്സ് എന്ന്. ഒബ്വിയസ്ലി അവന്റെ ആർമി അല്ല അവന്റെ ക്രൂവിനെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ക്രൂ ആക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഇത്രയും ഡബിൾ ഫ്രൂട്ട്സിന്റെ ആവശ്യം. ആൻഡ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് കിങ് ഓഫ് പൈററ്റ് ആവാമല്ലോ. പക്ഷെ ഇവിടെ ലൂഫിയുടെ ടീമും ലോന്റെ ടീമും എല്ലാരും കൂടി ചേർന്നിട്ട് പങ്കസാഡിലുള്ള എല്ലാരും തോൽപ്പിക്കും. അവിടെ ഈ ഡബിൾ ഫ്രൂട്ട് ഉണ്ടായിരുന്ന ഫാക്ടറിയെ ഡിസ്ട്രോയ് ചെയ്യും. ആൻഡ് സീസറിനെ കിഡ്നാപ്പും ചെയ്യും. ആൻഡ് സീസർ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡോഫിൾമിംഗോക്ക് എന്തായാലും വാർലോഡിന്റെ പൊസിഷനിൽ തുടരാൻ പറ്റത്തില്ല. 1 മോർ തിങ്, ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഈ പങ്കസാഡില് ലൂഫിക്കും ടീമിനും കൂടിയിട്ട് ഒരു സാമുറായിനെ കിട്ടും, ഒരു ചെറുക്കനെ അന്വേഷിച്ചുകൊണ്ടിരുന്ന ഒരു സാമുറായിനെ. ആൻഡ് ഇതിന് ശേഷം ലൂഫി അവന്റെ കൂട്ടുകാരും സ്ട്രോ ഹാറ്റ്സ് എല്ലാരും കൂടിയിട്ട് ഡോഫിൾമിംഗോന്റെ ഒരു കിണ്ടം ഉണ്ടാവും, അങ്ങോട്ട് പോവും. ആൻഡ് അവിടെ എത്തിയതിനു ശേഷം ലൂഫിക്കും എല്ലാവർക്കും മനസ്സിലാവും ആ കിണ്ടം എത്രത്തോളം ഡാർക്ക് സൈഡ് ആണെന്ന്. സ്ലേവ്സ്, ടോയ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്മാരെ പണ്ട് മനുഷ്യരായിരുന്നു, ഇപ്പൊ ടോയ്സ്. ആൻഡ് ജീവിതവും മരണവും തമ്മിലുള്ള പോരാട്ടം. ആൻഡ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ഡോഫിൾമിംഗോ ആയിരിക്കും. ആൻഡ് ഇങ്ങനെ ഒരു ഡാർക്ക് സൈഡ് ആയിരിക്കും അവിടെ. ആൻഡ് 1 മോർ തിങ്, നമ്മൾ കണ്ടിരുന്ന സ്ലേവ്സിന്റെ ഓപ്ഷൻ വരെ ഡോഫിൾമിംഗോ ആണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇയാള് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. ആൻഡ് പറയാനാണെന്നുണ്ടെങ്കിൽ ഈ ഡോഫിൾമിംഗോ ആദ്യം ഒരു സെലസ്റ്റിയൽ
സെലസ്റ്റിയൽ ഡ്രാഗൺ ആയിരുന്നു. ബട്ട് സംഹൗ അയാൾ ഇപ്പൊ സെലസ്റ്റിയൽ ഡ്രാഗൺ അല്ല. ആൻഡ് ഇതിന് ശേഷം ഡോഫിൽമിങ്കോ ആയിട്ട് ഓരോരുത്തർ ഫൈറ്റ് എടുക്കും, ലോ ഫൈറ്റ് എടുക്കും, ബാക്കിയുള്ള മെമ്പേഴ്സ് ഫൈറ്റ് എടുക്കും. പക്ഷെ ആർക്കും ഡോഫിൽമിങ്കോനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് അവസാനം ലൂഫി ഫൈറ്റ് എടുക്കും. ലൂഫിക്കും ആദ്യം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ ലൂഫിയുടെ അടുത്ത ഗിയർ എടുക്കും. അതെ, ലൂഫിയുടെ ഗിയർ 4 എടുക്കും. ആൻഡ് നല്ല കോമ്പറ്റീഷൻ കൊടുക്കും ഡോഫിൽമിങ്കോക്ക്. ആൻഡ് ഇവൻ ഡോഫിൽമിങ്കോന്റെ ഒരു അവേക്കനിങ് വരെ അവിടെ ഉണ്ടാവും. ബട്ട് സ്റ്റിൽ ലൂഫി അവസാനം അവനെ തോൽപ്പിക്കുക തന്നെ ചെയ്യും. ആൻഡ് ഇങ്ങനെ ഡോഫിൽമിങ്കോനെ തോൽപ്പിച്ചുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആവും. ആൻഡ് അവിടെ ഉണ്ടായിരുന്ന വാരിയേഴ്സ് എല്ലാവരും സ്ട്രോ ഹാറ്റ്സ് ജോയിൻ ചെയ്യണമെന്ന് ലൂഫിയുടെ പിന്നാലെ തന്നെ കൂടും. ബട്ട് ഫസ്റ്റ് ഒന്നും ലൂഫി സമ്മതിക്കില്ല. ലൂഫി വേണ്ട എന്ന് തന്നെ പറയും. ബട്ട് സ്റ്റിൽ ഇവരെല്ലാം ഭയങ്കര ഈഗർ ആയിരിക്കും സ്ട്രോ ഹാറ്റ്സ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇവരെല്ലാവരും ഓൾറെഡി സ്ട്രോ ഹാറ്റ്സ് മെമ്പർ ആണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ലൂഫി എല്ലാവരെയും ജോയിൻ ചെയ്യും. ആൻഡ് ഇങ്ങനെ സ്ട്രോ ഹാറ്റ്സിന് ഒരു ഫ്ലീറ്റ് ആർമി ഉണ്ടാവും. ആൻഡ് ഇങ്ങനെ മൊത്തം സീയിലെ തന്നെ വൺ ഓഫ് ദ പവർഫുൾ ആയിട്ടുള്ള ടീമായിട്ട് മാറും സ്ട്രോ ഹാറ്റ്സ്. ആൻഡ് ഇതിനുശേഷം സ്ട്രോ ഹാറ്റ്സ് അവരുടെ ജേർണി വീണ്ടും തുടങ്ങും. സോലോട്ട് പോകാൻ നിൽക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഐലൻഡിലോട്ട് പോകാൻ നിൽക്കും. പക്ഷെ ഇതിന്റെ ഇടക്ക് കൈഡോക്ക് മനസ്സിലായിട്ടുണ്ടാവും ലൂഫി ഡോഫിൽമിങ്കോനെ തോൽപ്പിച്ചെന്നുള്ള കാര്യം. ആൻഡ് അവന്റെ ഒരേ ഒരു ഡബിൾ ഫ്രൂട്ട് ഉണ്ടാക്കാനുള്ള ഫാക്ടറി നശിപ്പിച്ചെന്ന് അറിഞ്ഞ കൈഡോ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആവും. ആൻഡ് ഞാനൊരു സാമുറായുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഈ മൊത്തം ആർക്കിലും ലൂഫിയുടെ കൂടെ ഈ സാമുറായി ഉണ്ടായിരിക്കും. കാരണം എങ്ങോട്ടാണോ ലൂഫിക്ക് പോകേണ്ടത് അങ്ങോട്ട് തന്നെയാണ് സാമുറായിക്കും പോകേണ്ടത് ടു മീറ്റ് ഹിസ് ഫ്രണ്ട്സ്. ഇയാൾക്ക് എന്തിനാണ് ഇയാളുടെ ഫ്രണ്ട്സിനെ കാണുന്നുള്ളത് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ പറയാം. ആൻഡ് അത് നടക്കാൻ പോകുന്നത് സോ ആർക്കിലാണ്. ആൻഡ് ഈ സോ അല്ല, അതൊരു നോർമൽ ഐലൻഡ് അല്ല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ആനയുടെ പുറത്ത് ഒരു ഐലൻഡ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ആൻഡ് ഈ സോ ആർക്കിലാണ് മിങ്സ് ഉള്ളത്. ആൻഡ് ഈ ഐലൻഡിൽ വെച്ചിട്ടാണ് ഒരുപാട് കാര്യങ്ങൾ റിവീൽ ആവുന്നത്. എങ്ങനെയാണ് ഈ രണ്ട് പൈറേറ്റ്സ് ഗോൾഡി റോജറിന്റെ ഒപ്പം ട്രാവൽ ചെയ്തത്, ആൻഡ് എങ്ങനെയാണ് സാമുറായി അവന്റെ ഫ്രണ്ട്സിന്റെ ഒപ്പം, അതായത് ഫ്രണ്ട്സിനെ വിട്ട് പിരിഞ്ഞത്, എന്തിനാണ് അവൻ ഇങ്ങോട്ട് വരാനുള്ള ഒരു ആഗ്രഹം, ആൻഡ് എന്തിനാണ് കൈഡോനെ അല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ലൂഫിയുടെയും ലോയുടെ ഒപ്പം ഇവൻ നിൽക്കാന്ന് പറഞ്ഞത്, എല്ലാം നമുക്കിവിടെ പറയും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൈഡോ ഒരുപാട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട് വാനോ ഐലൻഡിനെ. അവിടെയുള്ള ആളുകളെല്ലാം സ്ലേവിനെ പോലെയാണ് അവൻ ട്രീറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇതാണ് ഇവന്റെ റീസൺ എന്ന് മനസ്സിലാക്കിയപ്പോൾ ലൂഫി ഒബ്വിയസ് ആയിട്ട് അഗ്രി ചെയ്യും അവന്റെ ഒപ്പം കൂടാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടി റിവീൽ ആവും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പോണി ക്ലിഫ്സ്, അതായത് ഇനി ഒരു 4 പോണി ക്ലിഫ്സും കൂടി കിട്ടാണ്ട് വൺ പീസിന്റെ അടുത്തോട്ട് എത്താൻ വേണ്ടിയിട്ട്. അതിലൊന്ന് ഈ സോലുള്ള മിങ്സിന്റെ അടുത്തുണ്ട്. അതിന്റെ ബാക്കി 3 ഇല്ലേ, ആ 3 ഒന്നുള്ളത് ആരുടെ അടുത്താണെന്ന് അറിയോ? ബിഗ് മോമിന്റെ അടുത്ത്. അത് ബിഗ് മോമിന്റെ അടുത്താണ് ഒന്നുള്ളത്. വേറെ ഒന്നുള്ളത് കൈഡോന്റെ അടുത്താണ്. അതിന്റെ 4ാമത്തെ എവിടെയുള്ളതെന്ന് ആർക്കും അറിയില്ല. ആൻഡ് ഇൻ സം റീസൺ സാഞ്ചി ഇപ്പൊ ബിഗ് മോമിന്റെ അടുത്ത് ആയിരിക്കും. ആൻഡ് ഇവിടെ വെച്ചിട്ട് ഒരു പ്ലാൻ ഫോം ചെയ്യും. ഇവിടെ ഇപ്പൊ 3 ടീമായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒരു ടീം ഇവിടെ തന്നെ മിങ്സിനെ ട്രെയിൻ ചെയ്ത് ഇവിടെ തന്നെ ഫൈറ്റിന് വേണ്ടിയിട്ട് തയ്യാറാവാം. ആൻഡ് 2ാമത്തെ ഗ്രൂപ്പ് വൈറ്റ് ബിയർഡിന്റെ ഫസ്റ്റ് കമാൻഡറെ തേടി പോവാം. ആൻഡ് 3ാമത്തെ ഗ്രൂപ്പ് വാനോ ഐലൻഡിലോട്ട് പോകും. ആൻഡ് അവിടെ ആരും അറിയാണ്ട് രഹസ്യമായിട്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. ആൻഡ് ഇങ്ങനെ ചെയ്തിട്ട് അവിടെ ആരൊക്കെയാണോ കൈഡോന്റെ എതിരെ നിൽക്കുന്നത് അവരെല്ലാം റിക്രൂട്ട് ചെയ്തിട്ട് കൈഡോന്റെ അഗേൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പ്ലാൻ ചെയ്യും. ആൻഡ് വേറൊരു ഗ്രൂപ്പും കൂടി ഉണ്ടാവും. ആൻഡ് ആ ഗ്രൂപ്പ് എന്താ ചെയ്യണമെന്ന് അറിയോ? 4ാമത്തെ ഗ്രൂപ്പ് സാഞ്ചിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ബിഗ് മോമിന്റെ അടുത്തോട്ട് പോകും. ആൻഡ് അത് മാത്രമല്ല, ബിഗ് മോമിന്റെ അടുത്ത് ഒരു കോണി ക്ലിഫ് ഇല്ല, അതിന്റെ പ്രിന്റും കൂടി എടുക്കാന്ന് ആലോചിച്ചിട്ട് അങ്ങോട്ട് പോകും. ആൻഡ് ലൂഫി നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ബിഗ് മോമിന്റെ അടുത്തോട്ടാണ് പോവുക. പക്ഷെ പോകുന്നതിന് മുന്നേ തന്നെ നാമി ലൂഫിയോട് റിവീൽ ചെയ്യും സാഞ്ചി എന്തിനാണ് ബിഗ് മോമിന്റെ അടുത്തോട്ട് പോയിക്കണെന്ന്. ആൻഡ് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് മോമിന്റെ ഒരു മോൾ ഉണ്ടാവും. ആ മോളിനെ സാഞ്ചിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം. ഇൻ കേസ് സാഞ്ചി കല്യാണം കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ബിഗ് മോം എന്തായാലും സ്ട്രോ ഹാറ്റ്സിനെ വിടാൻ പോകുന്നില്ല. ഒരു എംപററിന്റെ വാക്കല്ലേ, അതെന്തായാലും ചെറുതായിട്ട് കാണാൻ പറ്റില്ല എന്നുള്ള കരുതിയിട്ടാണ് സാഞ്ചി അങ്ങോട്ട് പോയത്. ആൻഡ് ഇതിന് ശേഷമാണ് നമുക്ക് ഹോൾ കേക്ക് ഐലൻഡ് ആർക്ക് തുടങ്ങുന്നത്. ആൻഡ് ഇവിടെ വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും. നമുക്ക് സാഞ്ചിയുടെ ചെറുപ്പകാലം കാണിക്കും. വേറൊരു കാര്യം കൂടി റിവീൽ ആവും. സാഞ്ചി ഒരു നോർമൽ ഫാമിലി ആയിട്ട് ബിലോങ് ചെയ്യുന്ന ആളായിരിക്കത്തില്ല. ഇവനൊരു വിൻസ്മോക്ക് ഫാമിലി ആളായിരിക്കും. വിൻസ്മോക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സെലസ്റ്റിയൽ ഡ്രാഗനും നോർമൽ ആളും ഇല്ലേ, അതിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു ടീമായിരിക്കും. ആൻഡ് ഇവിടെ സാഞ്ചിയുടെ കല്യാണം നടക്കുന്നതിന് മുന്നേ തന്നെ ലൂഫി അങ്ങോട്ട് വരും. ആൻഡ് ഒരു എംപററിന്റെ മുന്നിൽ വെച്ചിട്ട് തന്നെ സാഞ്ചിയെയും പോണി ക്ലിഫിന്റെ പ്രിന്റും എടുക്കും. പക്ഷെ ഇത് ഈസി ആയിട്ടായിരിക്കത്തില്ല. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഭയങ്കര പവർഫുൾ ആയിട്ടൊരു വാരിയർ ഉണ്ടാവും. ആൻഡ് ഈ വാരിയറിന് ഫ്യൂച്ചർ കാണാൻ പറ്റും അവന്റെ കണ്ണിലുള്ള പവർ കൊണ്ട് തന്നെ. അത് അവന്റെ കണ്ണ് ഭയങ്കര പവർഫുൾ ആവും. അതുകൊണ്ട് തന്നെ അവന് ഫ്യൂച്ചർ കാണാൻ പറ്റും. ആൻഡ് ആദ്യമൊക്കെ ലൂഫി ഭയങ്കരമായിട്ട് പാടുപെടുമെങ്കിലും ഇതെങ്ങനെയൊക്കെയോ അവനും പഠിക്കും. ആൻഡ് അവന്റെ ഗിയർ 4ന്റെ എക്സ്റ്റൻഷൻ സ്നേക്ക് ഫോം കാണിച്ചുകൊണ്ട് തന്നെ അവൻ എങ്ങനെയൊക്കെയോ ഈ ഫൈറ്റിൽ അവൻ ജയിക്കും. ആൻഡ് തോൽപ്പിക്കുന്നത് ചില്ലറക്കാരനല്ല, ഇവന് 1 ബില്യൺ ആയിരിക്കും അവന്റെ ബൗണ്ടി. ആൻഡ് ഇതറിഞ്ഞ ബിഗ് മോമിന്റെ ബാക്കി എല്ലാ പൈററ്റ്സും ഭയങ്കരമായിട്ട് ഷോക്കായി പേടിച്ചു പോകും. അതോടൊപ്പം തന്നെ വേറൊരു കിടലായിട്ട് നമുക്ക് കാര്യം സംഭവിക്കും. എന്താണെന്ന് വെച്ചാൽ ജിൻബെ ഉണ്ടായിരുന്നില്ല ആദ്യം നമ്മൾ കാണിച്ച ജിൻബെ, അവനിപ്പോ ബിഗ് മോമിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. കാരണം ഫിഷ്മാൻ ഐലൻഡ് ഇപ്പൊ നോക്കുന്നത് ബിഗ് മോം അല്ല, അതുകൊണ്ട് തന്നെ ജിൻബെ ഇപ്പോ ബിഗ് മോമിന് വേണ്ടിയിട്ടായിരിക്കും. ബട്ട് ഇവിടെ ജിൻബെ തീരുമാനിക്കും ബിഗ് മോമിനെ വിട്ടിട്ട് സ്ട്രോ ഹാറ്റ്സിൽ ജോയിൻ ചെയ്യുന്നു. ആൻഡ് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാം, ഈ ജിൻബെ എന്ന്
പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരാളല്ല, വാർലോഡാണ്. സാഞ്ചിയും സോറോയും ഒരുമിച്ചുണ്ടായ എങ്ങനെയാണോ അതുപോലെയാണ് ജിൻബെ. ആൻഡ് ഇതിന് ശേഷമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാനോ കിങ്ഡം ആർക്ക് തുടങ്ങുന്നത്. ആൻഡ് ഈ വാനോ കിങ്ഡം ആർക്കിലാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് എയ്സ് വാനോ കിങ്ഡം ആർക്കിൽ വന്നിട്ടുണ്ടാവുക, അവൻ എങ്ങനെയാണ് കൈഡോനെ തോൽപ്പിക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ടാവുക. ആൻഡ് കിങ് ഓഫ് ഫയറഡ് ആയിട്ടുള്ള ഗോൾഡി റോജറിന്റെ പാസ്റ്റ് എന്തായിരുന്നു. ആൻഡ് ഇയാളുടെ ശേഷം ഓഡിന്റെ എല്ലാ കഥയും. ഓഡിനായിരുന്നു മൊത്തം വാനോ കിങ്ഡത്തിന്റെ ഷോഗൺ. ആൻഡ് ഓഡിനും കിങ് ഓഫ് പൈറേറ്റും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു. ആൻഡ് എങ്ങനെയാണ് ഓഡിൻ ഗോൾഡി റോജറെ ഹെൽപ്പ് ചെയ്തത് കിങ് ഓഫ് പൈറേറ്റ്സ് ആവാൻ വേണ്ടിയിട്ട്. ആൻഡ് എങ്ങനെയാണ് ഓഡിൻ മരിച്ചത് ഒറോച്ചിയുടെ കൈകൊണ്ട്. ആൻഡ് എന്തുകൊണ്ടാണ് വാനോ കിങ്ഡം മൊത്തം വേൾഡ് ആയിട്ട് ഒരുപാട് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത്. ആൻഡ് ഇത് മാത്രമല്ല, നമുക്ക് ഇതും റിവീൽ ആവുന്നുണ്ട്, ഓഡിൻ കിങ് ഓഫ് പൈറേറ്റിന്റെ ഒപ്പം ട്രാവൽ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി. കാരണം നമ്മൾ ഈ കാണുന്ന പോണി ക്ലിപ്സ് ഒക്കെ അല്ലേ, ആ ടൈമിൽ അത് വായിക്കാനും മനസ്സിലാക്കാനും ഒരാൾക്ക് മാത്രമേ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ, അയാളാണ് ഓഡിൻ. ആൻഡ് ഇങ്ങനെ ലോ അവന്റെ ടീംമേറ്റ്സ്, ലൂഫി അവന്റെ ടീംമേറ്റ്സ്, ബാക്കിയുള്ള സാമുറായ്സ്, പിന്നെയുള്ള മിങ്സ്, അതോടൊപ്പം തന്നെ വൈറ്റ് ബിയർഡിന്റെ ഫസ്റ്റ് കമാൻഡർ. ആൻഡ് ഇവരെല്ലാരും ചേർന്നിട്ട് കൈഡോനെ എങ്ങനെയാണ് വെല്ലുവിളിക്കുന്നത്. ആൻഡ് ഗസ് വാട്ട്, കൈഡോ ഇപ്പൊ ഒറ്റക്കായിരിക്കത്തില്ല. കൈഡോന്റെ കൂടെ ആരാ ഉണ്ടാവുമെന്നറിയോ? ബിഗ് മോം. അതായത് ബിഗ് മാമും കൈഡോയും കൂടി അലയൻസ് ആയി ഉണ്ടായിരിക്കും. ആൻഡ് ഇവരെല്ലാരും തമ്മിൽ പിന്നെ ഫൈറ്റ് ഉണ്ടാവും. ആൻഡ് കൈഡോന്റെ എതിർക്ക നിൽക്കുന്നതായിരിക്കും ലൂഫിയും കൈഡോ ആയിരിക്കും ഫൈറ്റ് നടക്കുക. ആൻഡ് ബിഗ് മോമുമായിട്ട് ലോ, കിഡ്, സോറോ ഇവരെല്ലാരും ഫൈറ്റ് എടുക്കും. ആൻഡ് ലോക്കും കിഡിനും ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും ഇവരെ തോൽപ്പിക്കാൻ പറ്റുക. കാരണം ബിഗ് മോം ഒരു എംപറർ അല്ലേ. പക്ഷെ അവസാനം എങ്ങനെയൊക്കെയോ ഇവര് ജയിക്കും. ആൻഡ് ലൂഫിയും കൈഡോ എന്നുള്ള ഫൈറ്റ് നടക്കുമ്പോൾ ലൂഫി ഒരുപാട് തവണ തോറ്റു പോകും. ബട്ട് അറ്റ് ദ എൻഡ് ഒരു വലിയ ബ്ലോ കൊടുക്കും കൈഡോക്ക്. ആൻഡ് ഇങ്ങനെ ഈ ഫൈറ്റിലാണ് ലൂഫിയുടെ അവേക്കനിങ് ഉണ്ടാവുക. ആൻഡ് അവേക്കനിന് ശേഷം ഗിയർ 5. ആൻഡ് അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഇനി ബാക്കി നിങ്ങൾ നേരെ നിങ്ങളുടെ ഫോണോ ലാപ്പോ ടിവി എന്താന്ന് വെച്ചാൽ എടുക്കുക. ബാക്കി അവിടുന്ന് കൈഡോ വേഴ്സസ് ലൂഫി നിങ്ങൾ കാണുക. അത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. നിങ്ങൾ അത് കണ്ടതിന് ശേഷം നിങ്ങൾ വൺ പീസ് പിന്നെ തുടർന്ന് കാണുക. കാരണം നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ എന്താ മിസ് ചെയ്യുന്നതെന്ന്. പിന്നെ എനിക്കറിയാം ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അതിൽ മിസ് ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷേ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ അത് ചുരുക്കിയിട്ട് ഞാൻ പറഞ്ഞത് ഇതൊരു പരിശ്രമം മാത്രമാണ്. അത്രേ ഉള്ളൂ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗായ്സ്, ബൈ.